എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇന്നലെ ഞാൻ നീറ്റ് 2023ൻ്റെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. MBBS അതുപോലെ തന്നെ വെറ്റിനറിക്കുള്ള വീഡിയോസാണ് ഇട്ടത്. സോ അതിൻ്റെ താഴെ കുറച്ച് പേര് ഡൗട്ടായിട്ട് ചോദിച്ചു, നമ്മൾ എങ്ങനെയാണ് നീറ്റ് റാങ്ക് പ്രെഡിക്റ്റഡ് റാങ്ക്സ് കിട്ടുന്നത് എന്ന്. സോ അത് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് നീറ്റ് റാങ്ക് 2023 അടിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് വരുന്ന ലിങ്ക് ആകാശിൻ്റെ ലിങ്കാണ്. അത് ക്ലിക്ക് ചെയ്യുക. സോ എന്നിട്ട് നിങ്ങളുടെ നെയിം, നീറ്റിൻ്റെ മാർക്സ് അടിച്ചു കൊടുക്കുക. സോ നമുക്കൊരു 590 മാർക്സ് അടിക്കാം ആൻഡ് കാറ്റഗറി അടിക്കാം. സോ നമുക്ക് ജനറൽ നോക്കാം. പ്രെഡിക്റ്റ് എന്നുള്ള ഓപ്ഷൻ വരുമ്പം നമ്മൾക്ക് നെയിം ഫില്ല് ചെയ്ത് കൊടുക്കണം, അതുപോലെ നമ്പർ, സ്റ്റേറ്റ്, പിന്നെ സെലക്ട് ബ്രാഞ്ച്. നിങ്ങളുടെ എവിടെയാണോ ബ്രാഞ്ച്, അത് ബ്രാഞ്ചൊന്നും നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കണം എന്നില്ല. ആക്ച്വലി ഇവരുടെ പ്രൊമോഷനൊക്കെ വേണ്ടി വിളിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രാഞ്ചൊക്കെ ചോദിക്കുന്നത്. സോ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ഇമെയിൽ ID വേണം. അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് അടിക്കാം. സോ ഓക്കെ, OTP വരും നമ്മുടെ ഫോണിലേക്ക്. ആ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സബ്മിറ്റ്. സോ ഇവിടെ കൊടുക്കുന്നുണ്ട്, കൺഗ്രാജുലേഷൻ, യു എക്സ്പെക്റ്റഡ് ഓൾ ഇന്ത്യ റാങ്ക് ഇസ് ബിറ്റ്വീൻ 25,409 to 26,437. സോ ഒരു 590 മാർക്സ് കിട്ടിയാൽ ഈ ഒരു റേഞ്ചാണ് റാങ്ക് വരിക. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു മാർക്കിന് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഫസ്റ്റ് കൗൺസിലിങ്ങിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോളേജസിൻ്റെ ഒരിത്. അതിൽ ഹോമിയോപ്പതി വരുന്നുണ്ട്. ഓക്കെ, സോ അതിൻ്റെ ലിസ്റ്റൊക്കെ വരും. സോ അത് കുറേ ഉണ്ട്, നിങ്ങൾക്ക് നോക്കാം. സോ നിങ്ങൾക്ക് ഇതൊരു ഐഡിയ തരും. സോ എല്ലാവരും നിങ്ങൾക്ക് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത മാർക്ക് വെച്ചിട്ട് ഇതുപോലെ റാങ്ക് പ്രഡിക്ഷൻ ഒന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് എൻ്റെ വീഡിയോയിലുള്ള പോലെ നിങ്ങൾക്ക് ഏത് കോളേജാണെന്നൊക്കെ ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പിന്നെ നമ്മുടെ സ്റ്റേറ്റ് സ്പെസിഫിക് കോളേജസ് നമുക്ക് കൊടുക്കാം. ഇപ്പം നമുക്ക് ഏത് കോഴ്സാണ് വേണ്ടത്, MBBS, BDS, BHMS, BAMS അങ്ങനെയുണ്ട്. സോ ഞാൻ MBBSന് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ കുറച്ച് കോളേജസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൽ പ്രൈവറ്റും ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, പ്രൈവറ്റ് കോളേജസ് ആണ് വരുന്നത്, ശ്രീകോകുലമൊക്കെ. ഇത് കേരള, നമ്മുടെ സ്റ്റേറ്റിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കോളേജസ് ആണ് വന്നത്. അതുപോലെ ഓൾ ഇന്ത്യ കോളേജസ് ആണ് നമ്മൾ നേരത്തെ കണ്ടത്. ഓക്കെ, ഇനി BDSനാണെങ്കിൽ BDSന് ഗവൺമെൻറ് ഡെൻറ്റൽ കോളേജൊക്കെ ഒരു 590 റേഞ്ച് മാർക്സിനൊക്കെ കിട്ടും. ദെൻ BHMSും ഉണ്ട്, ഗവൺമെൻറ് ഹോമിയോപ്പത്തിക് മെഡിക്കൽ കോളേജ് കാലിക്കറ്റ് ഒക്കെ. ഓക്കെ, ദെൻ BAMSനും ഉള്ള കോളേജസ് ഒക്കെ നിങ്ങൾക്ക് വരും. അതുപോലെ തന്നെ MBBSന് എനിക്ക് തോന്നുന്നു ഒരു 590 റേഞ്ചിൽ അധികവും വരുന്നത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് ആണ്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ മാർക്സ് വെച്ചിട്ട് ഇതുപോലെ റാങ്ക് പ്രഡിക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റേറ്റിൽ ഏതൊക്കെ കോളേജസ് കിട്ടും, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ MBBS, BDS, BHMS, BAMSനൊക്കെ ഏത് കോളേജ് കിട്ടും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സോ നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് കൊടുക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. സോ ഏതൊക്കെ കോളേജസ് കൊടുക്കണമെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇതിൻ്റെ അകത്ത് കുറേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് വേണ്ട ഇൻഫർമേഷൻസ്, അതിൻ്റെ കൗൺസിലിങ്ങിന് വേണ്ട എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൊണ്ടുപോകണം, അതൊക്കെ നമുക്കിവിടെ ഡൗൺലോഡ് ഇൻഫർമേഷൻ അബൌട്ട് കൗൺസിലിങ്ങിന് കൊടുത്താൽ അത് ഡൗൺലോഡ് ആയിട്ട് വരും. സോ നിങ്ങൾക്ക് അതിനകത്ത് നോക്കി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ബൈ ബൈ.